കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലെ ഏറ്റവും ബേസിക് കൺസെപ്റ്റുകളായിട്ടുള്ള കൺസംഷൻ ബണ്ടില്, കൺസ്യൂമേഴ്സ് ബജറ്റ് സെറ്റിൻ്റെ ഇക്വേഷൻ ആണല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂട്ടിലിറ്റീനെ കുറിച്ചിട്ടാണ്. യൂട്ടിലിറ്റി അനാലിസിസ്, അതുപോലെ വാട്ട് ഈസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ, കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ആദ്യം നമുക്ക് യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് യൂട്ടിലിറ്റി, അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്, എന്താണ് യൂട്ടിലിറ്റി എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ടേം യൂട്ടിലിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജെർമി ബെന്താം. ജെർമി ബെന്താം എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത്. ദ യൂട്ടിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ തിങ്. ഇറ്റ് ഈസ് ദി വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ തിങ്. വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിന് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതിൻ്റെ കപ്പാസിറ്റിയെയാണ് എന്ത് പറയുക? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. It is the intrinsic quality of a commodity to satisfy human wants. Intrinsic quality എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ അകത്ത് വരുന്ന ക്വാളിറ്റി. ഇൻട്രിൻസിക് ക്വാളിറ്റി ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. മനുഷ്യരുടെ ആവശ്യങ്ങൾ ഒരു കമ്മോഡിറ്റിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും. ആ കഴിയുന്ന ക്വാളിറ്റിയെയാണ് എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിലേറ്റീവ് കൺസെപ്റ്റ്. റിലേറ്റീവ് കൺസെപ്റ്റ് എന്നാൽ നമ്മൾ താരതമ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് എ റിലേറ്റീവ് കൺസെപ്റ്റ് വിച്ച് ഈസ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അത് പ്ലേസ് ടു പ്ലേസോ അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സണോ എന്തായിരിക്കും? ഈ യൂട്ടിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യാസമായിരിക്കും. അതായത് ഒരാൾ തന്നെ ഒരു സാധനം ഒരാൾ വാങ്ങി, അതേ സാധനം മറ്റൊരാൾ വാങ്ങി, രണ്ടുപേരും കൺസ്യൂം ചെയ്താൽ രണ്ടുപേരുടെയും യൂട്ടിലിറ്റി എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. And it is assumed that utility can be measured in units called utils. Utils എന്ന് പറയുന്ന മെഷർമെൻ്റ് ആണ് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. യൂട്ടിൽസ് എന്ന് പറയുന്ന മെഷർമെൻ്റ് ആണ് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ തിങ് ആൻഡ് ഇറ്റ് ഈസ് ദ ഇൻട്രിൻസിക് ക്വാളിറ്റി ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ്. എന്താണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ? എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് എ ഫോർമുല ഷോയിങ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂംസ്. ഒരു വ്യക്തി എത്ര സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നു എന്ന് കാണിക്കുന്ന ഫോർമുലയാണെന്ത്? യൂട്ടിലിറ്റി ഫംഗ്ഷൻ. For example, if the consumer's purchases are limited to 2 commodities, his utility function can be represented as U is equal to function of Q1, Q2. അതായത് ഒരു കൺസ്യൂമർ 2 കമ്മോഡിറ്റിയാണ് വാങ്ങുന്നതെങ്കിൽ, പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? U is equal to function of Q1, Q2. ഇവിടെ U means total utility. Q1 and Q2 are the quantities of 2 commodities Q1 and Q2 which he consumes. അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നിട്ടുള്ള Q1, Q2 എന്ന് പറയുന്നത് 2 കമ്മോഡിറ്റീസ് ആണ്. സ്മോൾ ലെറ്ററിൽ തന്നിട്ടുള്ള Q1, Q2 എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റീസ് ആണ്. എത്ര സാധനങ്ങൾ വാങ്ങി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ U is the function of Q1, Q2. അതാണ് എന്ത്? യൂട്ടിലിറ്റി ഫംഗ്ഷൻ. 2 സാധനങ്ങളാണ് ഒരു കൺസ്യൂമർ വാങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? യൂട്ടിലിറ്റി ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് എഴുതാം? U is equal to function of Q1, Q2. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി, അതുപോലെ ഓർഡിനൽ യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഡിസ്ക്രൈബ്ഡ് ത്രൂ നമ്പേഴ്സ് ഈസ് കോൾഡ് കാർഡിനൽ യൂട്ടിലിറ്റി. ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി ആണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് യൂട്ടിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. അതായത് അതിന് മെഷർ ചെയ്യാൻ കഴിയും, നമ്പേഴ്സ് രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയും. എത്ര യൂട്ടിലിറ്റിയാണ് നമുക്കൊരു സാധനം കൺസ്യൂം ചെയ്തിട്ട് കിട്ടിയതെന്ന് നമ്പേഴ്സ് രൂപത്തിൽ എഴുതാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. The numbers 1, 2, 3 and so on are cardinal numbers. The classical and neoclassical economists used the concept of cardinal utility.
According to them, a consumer could assign cardinal number to each commodity and total utility gain was the sum of the utilities derived from individual commodities. അപ്പോൾ ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റൊക്കെ ഉപയോഗിച്ചിരുന്ന കൺസെപ്റ്റ് ഏതാണ്? കാർഡിനൽ യൂട്ടിലിറ്റിയാണ്. അതായത് ഓരോ സാധനത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി നമുക്ക് നമ്പേഴ്സ് രൂപത്തിൽ അക്കം ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. അവരുടെ അഭിപ്രായത്തിൽ ഒരു കൺസ്യൂമർക്ക് എല്ലാ കമ്മോഡിറ്റിക്കും ഓരോ നമ്പേഴ്സ് എന്ത് ചെയ്യാം, ഇത്ര യൂട്ടിലിറ്റി അതിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്ന രീതിയിൽ ഓരോ നമ്പേഴ്സ് അസൈൻ ചെയ്താൻ കഴിയും. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി, അപ്പോൾ ആ കൺസ്യൂമർക്ക് മൊത്തം എത്ര യൂട്ടിലിറ്റി കിട്ടിയെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഈ ഓരോ കമ്മോഡിറ്റിക്കും ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, ആ നമ്പേഴ്സ് നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്താൽ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടും. അപ്പോൾ അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി മീൻസ് നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ കഴിയും. അതായത് ഓരോ കമ്മോഡിറ്റിക്കും നമ്മൾ നമ്പേഴ്സ് കൊടുക്കാൻ കഴിയും. 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് കൊടുക്കാൻ കഴിയും. അങ്ങനെ നമ്പേഴ്സ് കൊടുത്താലേ ഒരു കൺസ്യൂമർക്ക് മൊത്തം എത്ര യൂട്ടിലിറ്റി കിട്ടിയെന്ന് നമുക്ക് കണക്കാക്കാം അല്ലേ. ആ നമ്പേഴ്സ് ഇങ്ങനെ കൂട്ടിയാൽ മതി. എന്താണ് ഇനി ഓർഡിനൽ യൂട്ടിലിറ്റി? ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ഡിസ്ക്രൈബ്ഡ് വിത്തൗട്ട് നമ്പേഴ്സ് ഈസ് കോൾഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ എന്താണ് പറയുന്നത്? യൂട്ടിലിറ്റി ഒരിക്കലും മെഷർ ചെയ്യാൻ കഴിയില്ല. മെഷർ ചെയ്യാൻ കഴിയാത്തൊരു കൺസെപ്റ്റാണ് യൂട്ടിലിറ്റി. അതായത് നമ്പേഴ്സ് അസൈൻ ചെയ്യാൻ കഴിയില്ല. The consumer is ranking or ordering his preferences like first, second and third and so on. കൺസ്യൂമർ എന്താ ചെയ്യുന്നത്? ഓരോ കമ്മോഡിറ്റിക്കും എത്ര യൂട്ടിലിറ്റി, എത്ര സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കിട്ടിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 1, 2, 3 എന്ന് പറയുന്ന റാങ്ക് കൊടുക്കും. അതിൽ നിന്ന് കൂടുതൽ കിട്ടി, ഇതിൽ നിന്ന് കുറവ് കിട്ടിയത് എന്നുള്ള രീതിയിൽ റാങ്കിങ് കൊടുക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതിൽ ഒരു സാധനം കൺസ്യൂം ചെയ്താൽ അതിൽ നിന്ന് 2 യൂട്ടിലിറ്റി കിട്ടി അല്ലെങ്കിൽ 3 യൂട്ടിലിറ്റി കിട്ടിയെന്ന് പറയില്ല. അതിൻ്റെ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ട് ഓരോ കമ്മോഡിറ്റിക്കും റാങ്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടിയെന്ന് ഒരിക്കലും മെഷർ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഓർഡിനൽ യൂട്ടിലിറ്റി. ഇപ്പോൾ കാർഡിനലും ഓർഡിനൽ യൂട്ടിലിറ്റി രണ്ട് കൺസെപ്റ്റും ഡിഫറെൻ്റ് ആണ്. കാർഡിനലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ മെഷർ ചെയ്തുകൊണ്ട് പറയാം എത്ര യൂട്ടിലിറ്റി കിട്ടി എന്നുള്ളത്. ഓർഡിനലാവുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, മെഷർ ചെയ്ത് പറയാൻ കഴിയില്ല. അതിന് പകരം ഓരോ കൺസ്യൂമറും റാങ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മാർജിനൽ ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി. ഇതൊക്കെ സിമ്പിൾ കൺസെപ്റ്റുകളാണ്, നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ്. ദ കൺസെപ്റ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വില്യം സ്റ്റാൻലി ജെവോൺസ്. ആരാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വില്യം സ്റ്റാൻലി ജെവോൺസ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഈസ് ദി അഡീഷണൽ യൂട്ടിലിറ്റി ഗെയിൻ ബൈ കൺസ്യൂമിങ് 1 more unit ഓഫ് ദി ഗുഡ്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി വെൻ 1 more unit ഈസ് കൺസ്യൂംഡ്. ഒരു സാധനം എക്സ്ട്രാ ഒരു യൂണിറ്റും കൂടെ വാങ്ങിയാൽ കിട്ടുന്ന അഡീഷണൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ആണ് എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി. ഒരു സാധനം വീണ്ടും നമ്മൾ ഒന്നും കൂടെ കൺസ്യൂം ചെയ്തു. അങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ അഡീഷണലായിട്ട് നമുക്ക് എത്ര യൂട്ടിലിറ്റി ആണോ കിട്ടുന്നത്, ചേഞ്ച് എത്രയാണോ, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. സോ മാർജിനൽ യൂട്ടിലിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ യൂണിറ്റ്സ് കൺസ്യൂംഡ്. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എന്ത് മാറ്റം വന്നുവോ അത് ഡിവൈഡഡ് ബൈ എന്താണ്? ചേഞ്ച് ഇൻ യൂണിറ്റ്സ് കൺസ്യൂംഡ്. എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്തു, കൺസ്യൂം ചെയ്തു എന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന മാറ്റം, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ബൈ ഡിവൈഡിങ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ബൈ ദി ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി സം ഓഫ് ഓൾ ദി മാർജിനൽ യൂട്ടിലിറ്റീസ് ഡിറൈവ്ഡ് ഫ്രം ദി കൺസംഷൻ ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഫ്രം കൺസംഷൻ ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് യൂട്ടിൽസ് ദി കൺസ്യൂമർ ഗെറ്റ്സ് ഫ്രം കൺസ്യൂമിങ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി. അപ്പോൾ നമ്മൾ യൂട്ടിൽസ് ആണ് യൂട്ടിലിറ്റി യൂട്ടിലിറ്റിയുടെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞൂലേ. അപ്പോൾ അത് മൊത്തം കൂട്ടിയാൽ കിട്ടുന്നത് എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് എ കൺസ്യൂമർ കൺസ്യൂം 3 units ഓഫ് എ കമ്മോഡിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി യൂട്ടിലിറ്റീസ് ഡിറൈവ്ഡ് ഫ്രം ദി 3 units. 3 യൂണിറ്റ് ഏതെങ്കിലും ഒരു സാധനം ഒരു കൺസ്യൂമർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്?
ഈ 3 യൂണിറ്റിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി തമ്മിൽ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടുക. ആസ് ക്വാണ്ടിറ്റി ഇൻക്രീസസ് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ്. but total utility increases at a diminishing rate. ഓരോ സാധനത്തിന് എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഈ ഇൻക്രീസ് ചെയ്യുന്നത് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഡിമിനിഷിങ് റേറ്റിലായിരിക്കും. ഇൻക്രീസ് ചെയ്ത് വരുന്ന എമൗണ്ടാണ് എന്ത്, മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടേബിൾ നോക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത്, യൂണിറ്റ് ഓഫ് ആപ്പിൾ കൺസ്യൂംഡ്. സെക്കൻഡ് കോളത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റി. തേർഡ് കോളത്തിൽ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ 1 to 7 ആണ് യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ കൺസ്യൂം വന്നിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്, ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ 12, മാർജിനൽ യൂട്ടിലിറ്റി 12. സെക്കൻഡ് യൂണിറ്റ് ആകുമ്പോൾ 21ലേക്ക് ഇൻക്രീസ് ചെയ്തു അല്ലേ, ടോട്ടൽ യൂട്ടിലിറ്റി 21ലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയാണ് കാണുക, 21 മൈനസ് 12 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1, അതായത് 9/1 ഈസ് ഈക്വൽ ടു 9. ദെൻ തേർഡ് യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്, 28ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയാണ് കാണുക, 28 മൈനസ് 21 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2. അപ്പോൾ 28 മൈനസ് 21 ഈസ് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 7. മാർജിനൽ യൂട്ടിലിറ്റി 7 ആണ്. അങ്ങനെ 4th, 5th, 6th, 7 ഒക്കെ കിട്ടും. അപ്പോൾ ലാസ്റ്റ് വരുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 34 ആണ്. അപ്പോൾ 34 മൈനസ് 37 ഡിവൈഡഡ് ബൈ 7 മൈനസ് 6 ഈസ് ഈക്വൽ ടു -3. അപ്പോൾ 5th യൂണിറ്റും 6th യൂണിറ്റും എന്താണ്, സെയിം ടോട്ടൽ യൂട്ടിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു, ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ 5th നിന്ന് 6th ആയപ്പോൾ സെയിം യൂട്ടിലിറ്റി ആയി. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയിൽ വരുന്ന മാറ്റം നോക്കുക, അത് 0 ആയി മാറി. അപ്പോൾ മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റി എത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താവും, 0 ആവും. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും, അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താവും, നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും, ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ എത്തുമ്പോൾ എന്താ ചെയ്യുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിരിക്കും. പിന്നീട് ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, അത് നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ്, യൂട്ടിലിറ്റി അനാലിസിസ് ആണല്ലേ. വാട്ട് ഈസ് യൂട്ടിലിറ്റി, ഒരു വാട്ട് ഈസ് കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്താണ്, ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് മാർജിനൽ ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി.